ലോക്സഭ പാസാക്കിയതിന് പിന്നാലെ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് രാജ്യസഭയിൽ. ഭരണപക്ഷത്തിന് രാജ്യസഭയിലും ഭൂരിപക്ഷമുള്ളതിനാൽ ബില്ല് പാസാകും. 232-നെതിരെ 288 വോട്ടുകൾക്കാണ് ബില്ല് ലോക്സഭയിൽ പാസായത്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, 232-നെതിരെ 288 വോട്ടുകൾക്കാണ് ലോക്സഭയിൽ ബില്ല് പാസ്സായത്. ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, എത്ര പേർ പിന്തുണച്ചാൽ ഇത് പാസ്സാകും? നമുക്കറിയാം, ഭരണകക്ഷിയെ നോക്കുകയാണെങ്കിൽ അവർക്ക് മുൻകൈയുണ്ട്. പാസ്സാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അമൃത, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ രാജ്യസഭയിലും വഖഫ് നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു തന്നെയായിരിക്കും രാജ്യസഭയിലും ഈ ബില്ല് അവതരിപ്പിക്കുക. 236 അംഗങ്ങളാണ് നിലവിൽ രാജ്യസഭയിൽ ഉള്ളത്. 245 മൊത്തം അംഗങ്ങളുടെ എണ്ണമെങ്കിലും 9 എണ്ണം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. 118 അംഗങ്ങളുടെ പിന്തുണയാണ് രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. NDA 125 പേരുടെ പിന്തുണ NDAക്കുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യം അടക്കം 111 പേരാണ് ബില്ലിനെ എതിർക്കുന്നവർ. എന്തായാലും ബില്ല് പാസ്സാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഏറെ വൈകിയും ചർച്ചകൾ നടന്നു. രാത്രി ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ബില്ല് പാസ്സാക്കിയത്. 288 പേർ ലോക്സഭയിൽ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 പേർ ബില്ലിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തു. പ്രതിപക്ഷം കൃത്യമായ നിലപാട് അല്ലെങ്കിൽ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ട എന്നൊരു നിലപാട് ലോക്സഭയിൽ തന്നെ പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നു. കൃത്യമായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ വിമർശനങ്ങളും അതുപോലെ തന്നെ നിലപാടുകളും വ്യക്തമാക്കാൻ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു. രാജ്യസഭയിലും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ആ പ്രതിപക്ഷം നിലപാടെടുക്കുക. പ്രതിപക്ഷം ഇന്ത്യ സഖ്യമായി ഒറ്റക്കെട്ടായി ലോക്സഭയിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ ചില അതൃപ്തികളും അതുപോലെ തന്നെ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും വഖഫ് നിയമ ഭേദഗതിയിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ലോക്സഭയിൽ കാണുവാൻ സാധിച്ചത്. 56 സീറ്റുകളുടെ ഒരു മുൻതൂക്കം മാത്രമാണ് ഭരണപക്ഷത്തിന് അവിടെ നേടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ നിലനിൽക്കുന്നു. രാജ്യസഭയിൽ സമാനമായ രീതിയിലുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക. ലോക്സഭയിൽ ഇന്നലെ പ്രതിപക്ഷ എംപിമാർ കൊണ്ടുവന്ന ഭേദഗതികളെല്ലാം ഇത്തരത്തിൽ തള്ളിക്കളഞ്ഞിരുന്നു. കേന്ദ്രം കൊണ്ടുവന്ന ഒരു ഭേദഗതി മാത്രമാണ് അംഗീകരിച്ചത്. ആദിവാസി മേഖലകളും അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങളിലും വഖഫ് അവകാശം ഉന്നയിക്കാൻ സാധിക്കില്ല എന്ന കേന്ദ്ര സർക്കാർ ഭേദഗതി കൂടി ഈ ബില്ലിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാജ്യസഭയിലേക്ക് വരുമ്പോഴും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. രാജ്യസഭ കൂടി ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകിയാൽ ബില്ല് നിയമമാകും. 1995 വഖഫ് നിയമമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ആദ്യം ഈ വഖഫ് ബില്ല് സഭയിൽ കൊണ്ടുവരികയും പിന്നീട് JPC പഠനത്തിലേക്ക് ഈ ബില്ല് വിടുകയും ചെയ്തത്. എന്തായാലും JPCയിലടക്കം പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങളും പാലിച്ചില്ല അല്ലെങ്കിൽ പരിഗണിച്ചില്ല എന്ന വിമർശനം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്നലെ സഭയിൽ ഉടനീളം ഉയർത്തിയത്. ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, മതേതര തത്വങ്ങൾക്കെതിരാണ് ബില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം ബില്ല് ഇത്തരത്തിൽ തെറ്റായ നുണപ്രചാരണങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഒരു വിഭാഗത്തിനെതിരല്ല ബില്ലെന്ന വാദമാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ആവർത്തിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇന്നും രാജ്യസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത.